ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലുണ്ടാകുന്ന പ്രമേഹ രോഗം അഥവാ ഡയബറ്റിസിനെ പറ്റിയാണ്. അപ്പോൾ ഈ കുട്ടികളിലെ ഡയബറ്റിസ് നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ ഹോർമോണിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്നതിനാൽ ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഇൻസുലിൻ തന്നെയാണ്. നിർഭാഗ്യവശാൽ ഇൻസുലിൻ നമുക്ക് തൊലിക്കടിയിലെടുക്കാവുന്ന അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലെടുക്കാൻ പറ്റുന്ന ഇഞ്ചെക്ഷൻസ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇൻസുലിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ മോളിക്യൂളാണ്. അപ്പോൾ നമുക്കത് ഗുളികയായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതികളിലോ അത് ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ബ്ലഡിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ളതിനാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നതിനാൽ ഇഞ്ചെക്ഷൻസ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ചികിത്സ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ കുട്ടികളായാലും മുതിർന്നവരായാലും ഇൻസുലിനാണ് ജീവിതകാലം മുഴുവനും ഇൻസുലിനാണ് അതിൻ്റെ ചികിത്സയായിട്ട് എടുക്കേണ്ടത്. ഇൻസുലിൻ മാത്രമല്ല, അതോടൊപ്പം നല്ല ഒരു ആരോഗ്യ ആഹാരശീലവും അതുപോലെ വ്യായാമശീലവും ഇതിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ അളവിനെ ക്രമീകരിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല, കൃത്യമായിട്ട് നമുക്ക് രക്തപരിശോധന ചെയ്താലേ നമുക്ക് എത്ര ഡോസ് ഇൻസുലിൻ എടുക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ഗ്രാഹ്യം ലഭിക്കുകയുള്ളൂ. ഒരു ഫിക്സഡ് ഡോസ്, അപ്പോൾ നമുക്ക് പനിക്കോ അല്ലെങ്കിൽ വേദനയ്ക്കോ മരുന്ന് കഴിക്കുന്നതിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഡോസ് വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓരോ കുട്ടിയും ആ കുട്ടിയുടെ പ്രായമനുസരിച്ച് അവൻ്റെ ആക്ടിവിറ്റീസ്, അവൻ്റെ ദൈനംദിന കാര്യങ്ങളനുസരിച്ച് അവൻ്റെ വളർച്ച കണക്കിലെടുത്ത് അവൻ്റെ ആഹാര രീതി കണക്കിലെടുത്താണ് അവൻ്റെ ഇൻസുലിൻ ഡോസസ് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും നമുക്ക് ആഹാരത്തിന് മുന്നേ ഉള്ള സമയങ്ങളിൽ നമ്മുടെ രക്തപരിശോധന, ഗ്ലൂക്കോമീറ്റർ എന്ന ഉപകരണം വെച്ചിട്ട് രക്തപരിശോധന ചെയ്ത് എത്ര ഷുഗറാണെന്ന് നോക്കി എത്ര ആഹാരം കഴിക്കാൻ പോകുന്നു എന്ന് നിശ്ചയിച്ചിട്ടാണ് ഇൻസുലിൻ്റെ അളവ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ വളരെയധികം ടെക്നോളജീസ് അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഈ വേദന ഇല്ലാതെ, അപ്പം ഇഞ്ചെക്ഷൻസ് ആണ് അവൈലബിൾ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഡയബറ്റീസ് ഉള്ള കുട്ടികളിൽ രക്തപരിശോധനയ്ക്ക് വേണ്ടിയിട്ടും ഇൻസുലിൻ ചികിത്സ എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രാവശ്യം കുത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് വേദനാജനകമായ ഒരു കാര്യം. അപ്പം ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച്, അതായത് പുതിയ പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് നമുക്ക് രക്തപരിശോധന വേദനാരഹിതമായി രക്തപരിശോധന ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസുലിൻ ഡെലിവറിക്കും പുതിയ വളരെ വേദന കുറഞ്ഞ രീതിയിൽ ഇൻസുലിൻ എടുക്കാൻ പറ്റുന്ന വളരെ നേർമയുള്ള സൂചികളുള്ള ഇൻസുലിൻ പേനകൾ അവൈലബിൾ ആണ്. അതുപോലെ ഇൻസുലിൻ പമ്പ്, ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഓട്ടോമാറ്റിക് ഇൻസുലിൻ പമ്പ്സ് കുറേ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ ഓട്ടോമാറ്റിക്കായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഫോർമുലാസ് അടങ്ങിയിട്ടുള്ള പമ്പ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചിലവ് തീർച്ചയായിട്ടും വരും, ചിലവ് കൂടുതൽ തന്നെയാണ്. അല്ലാതെ നമുക്ക് വളരെ വിലവ് കുറഞ്ഞ രീതിയിൽ ഇൻസുലിൻ 2 തരത്തിലുള്ള ഇൻസുലിൻ മിക്സ് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്തല്ല നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്ലഡ് ഷുഗർ നിയന്ത്രിച്ച് കൊണ്ടുപോകുമ്പം നോർമലി നമുക്കറിയാം നമ്മുടെ ആഹാരം കഴിക്കുന്നതിന് മുന്നേ ഉള്ള ബ്ലഡ് ഷുഗർ ഒരു 90നും 130നും ഇടയിൽ, കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, 130നും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ആഹാരത്തിന് ശേഷമുള്ളതൊരു 180 അല്ലെങ്കിൽ 180-നുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ അമിതമായ ഷുഗർ കാരണമുള്ള കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഷുഗർ കൺട്രോളാകാതെ നിയന്ത്രിക്കാതെ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ഞരമ്പുകളുടെ കേട്, കിഡ്നിക്കുണ്ടാകുന്ന, വൃക്കകൾക്ക് വരാവുന്ന കേട്, രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന കേട്, ഹാർട്ട് അസുഖം വരാനുള്ള സാധ്യത. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം അല്ലെങ്കിൽ തള്ളിക്കൊണ്ട് പോകാൻ സാധിക്കും. അവരൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. വർഷങ്ങൾ ഹെൽത്തിയായിട്ട് ആരോഗ്യപരമായിട്ട് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള കുഞ്ഞുങ്ങൾ ആദ്യം ഡയഗ്നോസ് ചെയ്യുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം വിഷമത്തോടെ എൻ്റെ കുട്ടിക്ക് ഡയബറ്റീസ് ഉണ്ട്, അവർ ജീവിതം പോയി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചിന്തിക്കാതെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിച്ച് ബ്ലഡ് ഷുഗർ പറയുന്ന റേറ്റ്സിൽ പരമാവധി ഷുഗേഴ്സ് നോർമൽ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു വ്യായാമശീലം ശീലിച്ച് നല്ലൊരു ആഹാര രീതിയും ശീലിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഏതൊരു സാധാരണ കുട്ടിയെ പോലെ തന്നെ അവൻ്റെ വളർച്ചയും പഠിത്തവും അവൻ്റെ ലൈംഗിക വികാസവും വൈവാഹിക ജീവിതവും കുട്ടികളും ഒക്കെ സാധ്യമായ ഒരു ഏരിയയാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതിനകത്ത് പുറകോട്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇൻസുലിൻ ഇഞ്ചെക്ഷൻസ് അവോയ്ഡ് ചെയ്ത് പുതിയ രീതിയിലുള്ള ചികിത്സാ രീതികൾ ഉടനെ തന്നെ വരും വർഷങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ആശ കൈവിടാതെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ചികിത്സ ഉപയോഗിച്ച് രക്തത്തിലെ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം.